പ്രിയപ്പെട്ടവരെ, നമസ്കാരം. സൗദിയിൽ ഇത്തവണത്തെ തണുപ്പ് കാലത്ത് ജലദോഷത്തിൻ്റെ കൂടെ കാണുന്ന പ്രത്യേക ഒരു അസുഖത്തെക്കുറിച്ച് എല്ലാവരെയും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നമ്മളെല്ലാവരും ജലദോഷം പിടിപെട്ടിട്ടുള്ളവരാണ്. 1, 2 കൂടിപ്പോയാൽ 3 ദിവസം കൊണ്ടോ തന്നെ അതങ്ങ് മാറിപ്പോവുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഇത്തവണത്തെ തണുപ്പ് കാലത്ത് കൂടുതലായിട്ട് കുഞ്ഞുങ്ങളിൽ, 12 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ, മുതിർന്നവരിലും കുറേശ്ശെ കണ്ടുവരുന്നുണ്ട്. ജലദോഷത്തിൻ്റെ കൂടെ ചെവിവേദന കാണുന്നുണ്ട്. ഓട്ടൈറ്റിസ് മീഡിയ എന്നാണ് ഈ അസുഖത്തിന് പറയുന്നത്. മൂക്കടയുന്നത് കൊണ്ടും തൊണ്ടയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടുമാണ് ഈ അസുഖം കൂടുതലായിട്ടുണ്ടാവാറുള്ളത്. ജലദോഷത്തിൻ്റെ കൂടെ അപൂർവമായിട്ട് ഓട്ടൈറ്റിസ് മീഡിയ ഉണ്ടാവാറുണ്ട്. ഇത്തവണ അത് കുറച്ച് കൂടുതലായിട്ട് കാണുന്നു. കാരണങ്ങൾ പലതായിരിക്കാം. എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം. ജലദോഷം വന്നു കഴിഞ്ഞാൽ മൂക്ക് അടയാതെ സൂക്ഷിക്കുക. മൂക്ക് എപ്പോഴും തുറന്നിരിക്കേണ്ടതാണ്. മൂക്കിലൊഴിക്കാനുള്ള മരുന്ന് വാങ്ങുകയും അത് ഒറ്റിക്കുകയും മൂക്ക് എപ്പോഴും തുറന്ന് ഇരിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാവേണ്ടതാണ്. പിന്നെ ജലദോഷത്തിനുള്ള മരുന്നുകൾ കഴിക്കുക. ചെവിവേദന കണ്ടു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുക. കാരണം അത് ഓട്ടൈറ്റിസ് മീഡിയ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അത് വെച്ചിരുന്നാൽ ചെവി പൊട്ടി ഒലിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു.